നിങ്ങളൊക്കെ ഇത്ര നിഷ്കളങ്കരായി പോയല്ലോ എന്നാണ് ഞാനിങ്ങനെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഞാനിപ്പോഴും എം.ആർ. അജിത് കുമാറിനെതിരെ എന്തെങ്കിലും കനപ്പെട്ട നടപടി ഈ സർക്കാർ എടുക്കുമെന്ന് കരുതുന്നില്ല. എം.ആർ. അജിത് കുമാറിനെ ഇനി വേണ്ടപ്പെട്ടവർ എല്ലാ സർക്കാരിലും ഉണ്ടാവും. കാരണം ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് അധികാരം മാറുന്നതിനനുസരിച്ച് അതിനെയും ഡീൽ ചെയ്യാൻ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഒരു നടപടി എടുത്താലും അദ്ദേഹത്തിൻ്റെ DGP പദവി അങ്ങോട്ട് തെറിപ്പിച്ച് കളയാം, ആ പോസ്റ്റിലേക്ക് അദ്ദേഹം എത്തുന്നത് തെറിപ്പിച്ച് കളയാം എന്ന രീതിയിലൊരു നടപടി ഉണ്ടാകുമോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ നേതാക്കൾക്ക് ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്ന VD സതീശനും ആഭ്യന്തരമന്ത്രി പദവി വഹിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കും അത്രയ്ക്ക് ആത്മാർത്ഥത തങ്ങളെ അധികാരത്തിലെത്താൻ വേണ്ടി തലയ്ക്ക് തല്ല് വാങ്ങി ചോര പൊഴിച്ച ആ തെരുവിൽ കിടന്ന് അടികൊണ്ട മനുഷ്യരോട് ഉണ്ടാവണം. അത് ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് സതീശൻ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, പ്രസംഗങ്ങളിൽ പറയലല്ല, അതാണ് ആ പറഞ്ഞിട്ടുള്ള കാര്യത്തോട് അദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തു കാണിക്കണം. അതെ, അത് തെളിയിക്കാത്തിടത്തോളം കാലം അവർക്ക് ആത്മാർത്ഥത ഉണ്ട് എന്ന് കരുതാനാവില്ല. അധികാരത്തിലെത്തിയാൽ ഉടൻ ഞങ്ങൾ കണക്ക് ചോദിക്കാൻ പോവുകയാണ്, കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ പ്രവർത്തകരെ തെരുവിലിട്ട് അന്യായമായി കൈകാര്യം ചെയ്തവരോട് ഞങ്ങൾ മറുപടി പറയിപ്പിക്കാൻ പോവുകയാണ് എന്ന ധ്വനിയുണ്ടാക്കാൻ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ആ തലക്ക് തല്ലി എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള, നേരത്തെ നൗഫൽ ചൂണ്ടിക്കാണിച്ച പോലെ, ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ ആത്മാർത്ഥത നമുക്ക് കാണാനാവുള്ളൂ. റിപ്പോർട്ട് ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ഒരു ആഭ്യന്തരമന്ത്രി ചോദിക്കുക, അതെനിക്കറിയത്തില്ല. സാധാരണഗതിയിൽ വളരെ സതീശനാണോ ചോദിച്ചതാണ്. അപ്പം ഒരു ആഭ്യന്തരമന്ത്രി എങ്ങനെയാണ് അങ്ങനെ ചോദിക്കുക? റിപ്പോർട്ട് സർക്കാരിനോട് ചോദിച്ചു വാങ്ങാൻ കഴിയുമോ എന്ന നിലയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, സർക്കാരിനോടല്ല, DGP പോലീസ് മേധാവിയോട്. പോലീസ് മേധാവിയുടെ കയ്യിൽ ഈ റിപ്പോർട്ട് കിട്ടിയത് ജൂൺ 23-നാണ് SITയുടെ റിപ്പോർട്ട് കിട്ടിയത്. അതിന്മേൽ പോലീസ് മേധാവിക്ക് ഒരു തീരുമാനമെടുത്ത് ശുപാർശ സർക്കാരിന് കൈമാറാൻ ഇത്രയധികം സമയം ഒന്നും വേണ്ട. അപ്പോൾ സർക്കാരിൻ്റെ മനസ്സ് എന്താണ് എന്ന് പോലീസ് മേധാവിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ലേ? അല്ലെങ്കിൽ സർക്കാരിൻ്റെ മനസ്സും ശക്തമായ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പോലീസ് മേധാവി കൂടി കരുതുന്നുകൊണ്ടാവുമോ ഈ റിപ്പോർട്ട് കൈമാറാൻ ഇത്ര വൈകുന്നത്? ഇനി റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ, മാധ്യമങ്ങളിൽ കണ്ടില്ല ഈ റിപ്പോർട്ട് വന്നിട്ട് ഇത്ര ദിവസമായി, എന്തുകൊണ്ട് അത് സർക്കാരിലേക്ക് കൈമാറുന്നില്ല എന്ന് വിളിച്ചു ചോദിക്കണം. അത് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പണികളിൽ പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇല്ലെങ്കിൽ മൂന്നാമൊരു തവണയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ പിണറായി വിജയനുണ്ടായ അനുഭവം ഓർത്തിരിക്കുന്നത് VD സതീശനും കൂട്ടർക്കും നല്ലതായിരിക്കും എന്നത് മാത്രമല്ലോ. ഇനി ചെന്നിത്തല പക്ഷേ തൂഫാന്റെ തിരക്കിലാണ്. തൂഫാൻ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കരുതേണ്ടതില്ല. അതിലും വലിയ ഗിമ്മിക്കും അതിലും വലിയ PR വർക്കും നടത്തിയിട്ട് എങ്ങനെയാണ് പൊളിഞ്ഞടുങ്ങിയത് എന്നതിൻ്റെ ഫലമാണ് രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന അധികാര കസേരകൾ എന്ന് അവർ കൂടി ഓർക്കേണ്ടതുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി എം.ആർ. അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ നടപടിയാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് DGP പദവി കിട്ടില്ല എന്നുള്ളതാണോ? പകരം തൊട്ടടുത്തുള്ള സീനിയോറിറ്റിയിലുള്ള ADGPയും നിലവിൽ ജയിൽ വകുപ്പ് മേധാവിയുമായ S. ശ്രീജിത്ത് ആയിരിക്കും DGP പദവിയിലേക്ക് എത്താൻ പോകുന്നത്. ഇവിടെ തന്നെ മറ്റ് ചില നീക്കങ്ങൾ പോലീസ് സേനയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങൾ കൂടി ശക്തമാണ്. അജിത് കുമാറിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന് ഇവർ കരുതുന്നുണ്ടോ ഭരണ നേതൃത്വം എന്നതാണ് ഈ നടപടി വൈകുമ്പോൾ തോന്നുന്ന ഒരു കാര്യം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം അടികൊണ്ടത് ഇവരെ അധികാരത്തിലേറ്റാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷം പണിയെടുത്ത താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കാണ്. AD തോമസ് എന്ന MLA നിയമസഭയിൽ ഇരിക്കുന്ന പോലും ഇത്തരം നടപടികളോട്, ജനാധിപത്യ വിരുദ്ധമായ പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുക എന്ന ഒരു സർക്കാർ സ്വീകരിച്ച നിലപാടിനോടുള്ള ജനങ്ങൾ കൊടുത്ത എതിർപ്പിൻ്റെ ഉത്തരമാണ്. അവിടെ അദ്ദേഹം MLA ആയതുകൊണ്ട് ആ പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ എന്താണ് നടന്നത് എന്ന് പരിശോധിക്കാൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തീരുമാനിച്ചത്. പക്ഷെ അതിൻ്റെ തുടർ നടപടികൾ വൈകുന്നുണ്ടെങ്കിൽ, അതെവിടെയെങ്കിലും തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, കുറ്റക്കാരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനും അണികളോട് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തോടു കൂടി ഉത്തരം പറയേണ്ട നാളുകളായിരിക്കും ഒരിക്കൽ കൂടി ആഭ്യന്തര വകുപ്പിന് വരാൻ പോകുന്നത്. അതിൽ ആഭ്യന്തര വകുപ്പിൻ്റെ മാത്രമായിരിക്കില്ല, VD സതീശന് കൂടി
ഉത്തരം പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ ഏറ്റവും ശക്തമായി ഉയർത്തിയ വിഷയങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അതിനൊക്കെ ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ കൂടി മുഖ്യമന്ത്രി സ്ഥാനം. അതുകൊണ്ട് തന്നെ എം.ആർ. അജിത് കുമാറിനെ കഴിഞ്ഞ തവണ പിണറായി വിജയൻ സംരക്ഷിച്ചതുപോലെ സംരക്ഷിച്ച് നിർത്തുകയാണ് ഈ സർക്കാർ ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ജനത്തിൻ്റെ വിധിയെഴുത്തിന് അധികം വരില്ല. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് എന്നത് ഓർത്തിരുന്നാൽ നല്ലതാണ്. ജനങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കാനുള്ള ശേഷി ഇവർക്കൊക്കെ ഉണ്ടാവാനും ഇവർക്കൊക്കെ ഒപ്പം അണികൾ ഇതേ വീറോടും വാശിയോടും കൂടി നിലനിൽക്കണമെങ്കിലും തീരുമാനങ്ങൾ വേണം.